നമസ്കാരം. KSRന്റെ 21ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും പെൻഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. പെൻഷനിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മള് 10 വർഷം ആണ് മിനിമം പെൻഷൻ കിട്ടാൻ വേണ്ട ആകെ സർവീസ് എന്ന് പറയുന്നത് 10 വർഷമാണ്. ആ 10 വർഷം ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പെൻഷൻ ഉണ്ട്. ആ പെൻഷനാണ് എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറയും. 10 വർഷം മിനിമം സർവീസ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന പെൻഷനെ എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറയും. ഈ എസ്ഗ്രേഷ്യ പെൻഷൻ നമ്മൾ ഏതൊരു പെൻഷനും കണക്ക് കൂട്ടുന്നത് 10 വർഷം ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ നമുക്ക് കിട്ടും. അത് കണക്ക് കൂട്ടി എടുക്കണം. ഏത് പെൻഷനും കണക്ക് കൂട്ടുന്നത് ബേസിക് പേയുടെയും നമ്മൾ ആർജിച്ചിട്ടുള്ള സർവീസിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ 10 വർഷം വരെ അതുള്ളൂ. 10 വർഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് എസ്ഗ്രേഷ്യ പെൻഷൻ ലഭിക്കാം. നമുക്ക് 9 വർഷം ഉള്ളെങ്കിൽ നമുക്ക് എസ്ഗ്രേഷ്യ പെൻഷൻ ലഭിക്കും. അതിന് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. അത് എല്ലാ കാറ്റഗറിക്കും ഒരേ സംഖ്യയാണ് എന്നുള്ളതാണ് സത്യം. വർഷം കുറയും തോറും എസ്ഗ്രേഷ്യ പെൻഷനും കുറയും. നോക്കുക, 9 വർഷം സർവീസുള്ള ഒരാൾക്ക് 10,600 രൂപയാണ് എസ്ഗ്രേഷ്യ പെൻഷൻ. 9 വർഷം സർവീസ് ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് ഫാമിലി പെൻഷനായിട്ട് 3,200 രൂപ കിട്ടും. 8 വർഷം സർവീസുള്ള ഒരാൾ മരണപ്പെടുകയല്ല, സർവീസ് ഉണ്ടായിരുന്ന ആകെ സർവീസ് 8 വർഷമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്കാണല്ലോ എസ്ഗ്രേഷ്യ പെൻഷൻ കൊടുക്കുന്നത്. അയാൾക്ക് ലഭിക്കുന്ന എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറയുന്നത് 9,400 രൂപയാണ്. ഇത് 2019 പേ റിവിഷൻ പ്രകാരമാണ്. അവർക്ക് ലഭിക്കുന്ന ഫാമിലി പെൻഷൻ 2,850 ആണ്. ഇങ്ങനെ 7 വർഷം, 6 വർഷം, 5 വർഷം, 4 വർഷമുള്ള ആൾക്ക് ഓരോരുത്തർക്കും ഫാമിലി പെൻഷന്റെ റേറ്റും മറ്റേ റേറ്റും ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 വർഷമുള്ള ആൾക്ക് കിട്ടുന്ന പെൻഷൻ 4 വർഷമേ ആകെ സർവീസ് ഉള്ളൂ. അയാൾക്ക് പെൻഷൻ 4,700 രൂപ കിട്ടും. അയാളെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഫാമിലി പെൻഷൻ 1,450 രൂപയും കിട്ടും. ഇനി 3 വർഷവും അതിന്റെ താഴെയും 3 വർഷവും അതിന്റെ താഴെ എല്ലാം ഒരേ സംഖ്യയാണ്. 3,550 രൂപയാണ് പെൻഷൻ കിട്ടുക. 1,100 രൂപ അവർക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ, രണ്ടും കൂടി ഒരാൾക്ക് കിട്ടില്ല കേട്ടോ. ഞാൻ ഫാമിലി പെൻഷന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ 3 വർഷം അതിന്റെ താഴെയുള്ളവർക്ക് 3,550 രൂപയാണ് എസ്ഗ്രേഷ്യ പെൻഷൻ കിട്ടുക. ആ എസ്ഗ്രേഷ്യ പെൻഷൻ കിട്ടുന്നയാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ കുടുംബത്തിന് 1,100 രൂപ ഫാമിലി പെൻഷൻ ലഭിക്കും. ഇനി ഈ എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറയുന്നതാണ് ബേസിക് പെൻഷൻ. അതിലൊക്കെ 2014 മുതൽ ഡിയർനെസ് റിലീഫ് കൂടി കിട്ടുന്നുണ്ട് എന്നതും ഒരു ആശ്വാസമാണ്. 2014 മുതൽ എസ്ഗ്രേഷ്യ പെൻഷന് ഡിയർനെസ് റിലീഫ് കണക്ക് കൂട്ടാം. ഇനി നമുക്ക് നോക്കാം അടുത്തത്. അപ്പോൾ അത് എസ്ഗ്രേഷ്യ പെൻഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10 വർഷം സർവീസ് ഇല്ലാത്തവർക്ക് ലഭിക്കുന്ന പെൻഷനാണ് എസ്ഗ്രേഷ്യ പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസിൽ നിന്നും പിരിച്ചുവിടുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്താൽ, കമ്പാഷനേറ്റ് അലവൻസ് ആ പറയുന്നത്, സർവീസിൽ നിന്നും പിരിച്ചുവിടുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്താൽ ആ ദിവസം പെൻഷനായി കണക്കാക്കി, അതിന്റെ തീയതിയായി കണക്കാക്കി അതിന്റെ 2/3% തുക, തുക പെൻഷനായി കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിനാണ്, അലവൻസിനാണ് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഈ കമ്പാഷനേറ്റ് അലവൻസിന് കമ്മ്യൂട്ടേഷൻ ഉണ്ട്, അതിന് ക്ഷാമാശ്വാസവും ഉണ്ട്. കമ്പാഷനേറ്റ് അലവൻസിന് ക്ഷാമാശ്വാസവും ഉണ്ട്, കമ്മ്യൂട്ടേഷനും ഉണ്ട്. അപ്പോൾ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റുകയോ പിരിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ ആ തീയതി കണക്കാക്കി, പെൻഷൻ പറ്റിയതായി കണക്കാക്കി അതിന്റെ 2/3% തുക അലവൻസ് ആയി കൊടുക്കുന്നതാണ് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നു. ഇനി ഇത് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത്
മിനിമം പെൻഷനിൽ കുറയാൻ പാടില്ല എന്ന് മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഇവർക്ക് DCRG, കുടുംബ പെൻഷൻ എന്നിവ അനുവദനീയമല്ല. പിരിച്ചുവിടുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് DCRGയും ഇല്ല, കുടുംബ പെൻഷൻ ഫാമിലി പെൻഷനും അനുവദനീയമല്ല. ഇവർക്ക് മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ആ പിരിച്ചുവിടുകയോ ഡിസ്മിസ് ചെയ്യുന്ന തീയതി പെൻഷൻ പറ്റിയതായി കണക്കാക്കി ആ ദിവസത്തിന്റെ ആ മാസത്തിന്റെ 2/3% തുക പെൻഷനായി കൊടുക്കും. ഓക്കെ. ഇനി അടുത്തത് പ്രോ റേറ്റോ പെൻഷൻ. പ്രോ റേറ്റ പെൻഷൻ എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ അനുമതിയോടെ സർക്കാർ സേവനം വേണമെങ്കിൽ അവസാനിപ്പിച്ചിട്ട് പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് സേവനം കൊടുക്കാം. അപ്പൊ സർക്കാർ സേവനത്തിലുള്ള കാലഘട്ടത്തെ പെൻഷൻ അയാൾക്ക് മേടിക്കാം. ആ പെൻഷനാണ് സർക്കാർ അനുമതിയോടെ സർക്കാർ സേവനം അവസാനിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിക്കാൻ പോയാൽ സർക്കാർ സേവനം അനുഷ്ഠിച്ച കാലത്തെ ഉള്ള ആ സേവനത്തിനുള്ള പെൻഷനെ പ്രോ റേറ്റ പെൻഷൻ എന്ന് പറയുന്നു. ഇനി മറ്റൊന്ന് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി. തസ്തിക നിർത്തുന്നത് മൂലം 10 വർഷം ഇല്ലെങ്കിൽ മിനിമം പെൻഷൻ ഇല്ല. അത്തരക്കാർക്ക് ഒറ്റത്തവണയായി നൽകുന്നതാണ് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും ഓരോ മാസത്തെ ശമ്പളം, പരമാവധി 9 മാസത്തെ ശമ്പളമാണ് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിക്ക് കണക്കാക്കുക. അപ്പോൾ ഒറ്റ തവണയായിട്ട് നൽകും. 10 വർഷം ഇല്ലെങ്കിൽ അവർക്ക് ഇതില്ലല്ലോ. അവർക്ക് നൽകുന്ന ഓരോ വർഷത്തെ സേവനത്തിനും ഓരോ മാസത്തെ ശമ്പളം കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകും. അത് പരമാവധി 9 മാസം വരെ നൽകുള്ളൂ. കാരണം 10 വർഷത്തേക്ക് ആയാൽ മിനിമം പെൻഷൻ കിട്ടിയല്ലോ. മിനിമം പെൻഷൻ കിട്ടുന്നവർക്ക് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിയുടെ ആവശ്യമില്ല. ഈ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിക്കാണ് ബോയ് സർവീസും കണക്ക് കൂട്ടും. ബോയ് സർവീസ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുന്നേയുള്ള സർവീസിനാണ് ബോയ് സർവീസ് എന്ന് പറയുന്നത്. അത് കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടാൻ വേണ്ടി കണക്കിലെടുക്കും എന്നതാണ് സത്യം. അടുത്ത ടേം ഇൻവാലിഡ് ഗ്രാറ്റുവിറ്റിയാണ്. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ഒരാള് പെൻഷൻ പറ്റിയവർ, അവർക്ക് 10 വർഷം ഇല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് കൊടുക്കുന്ന ഒരു ഗ്രാറ്റുവിറ്റിയാണ് ഇൻവാലിഡ് ഗ്രാറ്റുവിറ്റി. അത് പരമാവധി 9 മാസത്തേക്ക് കൊടുക്കുള്ളൂ. ഒരു വർഷത്തെ സർവീസിന് 1 മാസത്തെ ശമ്പളം, ഒരു കംപ്ലീറ്റ് വർഷത്തെ സർവീസിന് 1 മാസത്തെ ശമ്പളമാണ് ഇൻവാലിഡ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുക. ഇനി ഈ സർവീസ് ഗ്രാറ്റുവിറ്റികൾ നമുക്കറിയാം. എസ്ഗ്രേഷ്യ പെൻഷൻ വാങ്ങുന്നവർക്ക് സർവീസ് ഗ്രാറ്റുവിറ്റി ഈ ഒറ്റത്തവണ നൽകുന്നത് അത്തരക്കാർക്ക് സർവീസ് ഗ്രാറ്റുവിറ്റി അനുവദിക്കുകയില്ല. കാരണം ഈ ഒറ്റത്തവണ നൽകുക എന്ന് പറയുന്നത് തന്നെ പെൻഷൻ, മിനിമം പെൻഷനോ പിന്നെ എസ്ഗ്രേഷ്യ പെൻഷനോ വാങ്ങാത്തവർക്ക് മാത്രമാണ് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. എസ്ഗ്രേഷ്യ പെൻഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 10 വർഷം സർവീസ് തികയാത്തവർക്ക് കൊടുക്കുന്ന പെൻഷനാണ് എസ്ഗ്രേഷ്യ പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എസ്ഗ്രേഷ്യ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നെ സർവീസ് ഗ്രാറ്റുവിറ്റി നൽകുന്നതല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. സൂപ്പർ ആനുവേഷൻ ഗ്രാറ്റുവിറ്റി, DCRG അല്ല, സൂപ്പർ ആനുവേഷൻ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിൽ അർത്ഥമുണ്ട്. സൂപ്പർ ആനുവേഷൻ ആയതിനു ശേഷം, അതായത് സൂപ്പർ ആനുവേഷൻ ആകുമ്പോൾ, അതായത് റിട്ടയർമെന്റ് ആകുമ്പോൾ 10 വർഷം തികഞ്ഞിട്ടില്ല എങ്കിൽ അത്തരക്കാർക്ക് ഒറ്റത്തവണയായി നൽകുന്ന ഒരു ഗ്രാറ്റുവിറ്റിയാണ് ഈ സൂപ്പർ ആനുവേഷൻ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതും നേരത്തെ പോലെ 1 വർഷത്തേക്ക് 1 മാസത്തെ ശമ്പളമാണ് സൂപ്പർ ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പെൻഷനിൽ പറയാനുള്ളത്. ഈ കാര്യങ്ങളിൽ ഇനിയും സംശയങ്ങൾ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ അത് ഞാൻ ഈ സംശയങ്ങളെല്ലാം കൂടി വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്.
അപ്പൊ ഈ 21 എപ്പിസോഡോട് കൂടി നമ്മൾ KSRന്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു, ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനിയും ചില മൈന്യൂട്ട് പോയിന്റ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുസ്തകം നോക്കി വായിച്ച് 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 വിട്ടാൽ ആ വായിച്ചതേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. കുറച്ച് കാര്യങ്ങളാണ് നമ്മളാണെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ആവുമ്പോഴാണ് നമുക്കതൊക്കെ ഗ്രാസ്പ് ചെയ്ത് പോവാൻ കഴിയുക. അത്തരത്തിലുള്ള ചെറിയ പോയിന്റുകൾ സംബന്ധമായ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറേ വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ട് അത് വിശദീകരിച്ചിരിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ KSRന്റെ ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് 21 എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാൻ ചെറുതായി കണ്ടിട്ടൊന്നുമില്ല. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പ്രോബ്ലം മാത്രമേ ബോർഡിൽ ചെയ്യാത്തതായിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തു പോയി ഫീസ് കൊടുത്ത് ഒരു KSRന്റെ ക്ലാസ് കാണുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ ഈ KSRൽ ഡിസ്കസ് ചെയ്യാൻ മറ്റു ഭാഗങ്ങൾ ഇല്ല. ഇനി ചെയ്യേണ്ടത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തേണ്ടതായിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ക്ലാസ്സുകൾ മുഴുവൻ കേൾക്കുക, കുറേ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ല ധാരണ വരും, കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയും. ആ ഒരു രീതി നിങ്ങൾ അവലംബിക്കണം. പിന്നെ അടുത്ത എപ്പിസോഡ് മുതൽ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് KSRന്റെ ക്ലാസ്സുകൾ ഇനി ആർക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും, KSR ശ്രദ്ധിച്ച് കേട്ട മനസ്സിലാക്കിയവർക്കും മനസ്സിലാകാത്തവർക്കും ഇനി മനസ്സിലാകാനിരിക്കുന്നവർക്കുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.